ടുഡേ സ്പെഷ്യൽ ശംഖുപുഷ്പം ലായനി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടല്ലോ, 10 പൂവാണ് ഇട്ടിരുന്നത്. പൂവിൻ്റെ കളറ് മാറി, വെള്ളം നല്ല നീല നിറമായി. 10 പൂവെന്ന് പറയുമ്പോൾ നമുക്കൊരു 5 ലിറ്റർ വെള്ളത്തിലൊക്കെ 5-6 ലിറ്റർ വെള്ളത്തിനൊക്കെ ആ പൂവ് അധികമാണ്. ഞാനിപ്പോൾ ഇതൊരു 3 ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഇന്നൊരു ദിവസത്തേനേ ഉള്ളൂ എനിക്കിത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ നമ്മുടെ പ്രഷറൊക്കെ കുറയ്ക്കുന്നുണ്ട്, ഹെൽത്തിയാണ്. മറ്റ് ജ്യൂസ് അങ്ങനെയുള്ളതിനൊക്കെ നമുക്കിത് ആഡ് ചെയ്യാം. ഈ വെള്ളം തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. വെള്ളത്തിന് പച്ചവെള്ളം തണുപ്പിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഈ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ലായനി നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം ചായ കുടിക്കുന്നതും ഈ ശംഖുപുഷ്പം ലായനി ചേർത്ത് തന്നെയാണ്. ശംഖുപുഷ്പം ചേർത്തുള്ള ചായയാണ്. ഒന്നുകിൽ ഞാൻ പൂവെടുത്ത് പാല് തിളപ്പിക്കുമ്പോൾ ആ പാലിനകത്ത് ഒരു 2-3 പൂക്കളിടും, തേയിലപ്പൊടി ഇടും. അതല്ലെങ്കിൽ ഈ ലായനി ചേർത്ത് പാലിനകത്തോട്ട് ലായനി ചേർത്തിട്ട് തേയിലപ്പൊടി ഇട്ടെടുക്കുകയാണ് പതിവ്. എന്താണെങ്കിലും വളരെ ഹെൽത്തിയാണ് ശംഖുപുഷ്പം. നമ്മളിതൊക്കെ വെറുതെ കളയുന്ന സാധനങ്ങളാണോ, അയ്യോ ഇതിന് വല്ല വിഷമുണ്ടോ, അതാണോ എങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ സസ്യങ്ങളും ഓരോ പുഷ്പങ്ങളും നമുക്ക് ഹെൽത്തിയാണ്. അതുപോലെ തന്നെ 5 തള്ള ചെമ്പരത്തിപ്പൂവുണ്ട്, ചെമ്പരത്തിപ്പൂ ലായനി ഇതുപോലെ തന്നെയാണ്. നാളെ ഞാൻ ചെമ്പരത്തിപ്പൂ ലായനിയായിട്ട് വരാം. എനിക്ക് റോസപ്പൂ കിട്ടാനില്ല. റോസപ്പൂ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ റോസാപ്പൂ ലായനിയിലും ഇതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ലായനി തിളച്ച് മറിഞ്ഞു കൊണ്ടിരിക്കുന്നു, കാണാം. ആ പൂവിൻ്റെ കളറ് പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കരിനീല നിറം ഉണ്ടായിരുന്ന പൂവാണ് ഇതിപ്പോൾ ഈ വെളുത്ത് വരുന്നു. ഇതിപ്പോൾ വെള്ളം തിളപ്പിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ തിളപ്പിച്ചാറി ചെറു ചൂടിന് ആ പൂവിട്ടാലും കളർ ഇളകും. പക്ഷേങ്കിൽ ഇളകി വരുമ്പോഴത്തേനും താമസം വരുമെന്നേ ഉള്ളൂ. എനിക്കിത് നമ്മൾ പൈപ്പ് വെള്ളമാണ്, എനിക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ എനിക്ക് കുടിക്കത്തുള്ളൂ. അല്ലാതെ നേരിട്ട് പച്ചവെള്ളം എനിക്ക് കുടിക്കത്തില്ല. തിളപ്പിച്ചാറിയ വെള്ളം ഫ്രിഡ്ജിലിരുന്ന് കുടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ശരിക്കും തിളപ്പിച്ച് തന്നെയാണ് എടുക്കുന്നത്. വെള്ളം വെട്ടി തിളച്ച് കഴിഞ്ഞ് ഇതുണ്ടാവും. അപ്പോൾ നാളെ നമുക്ക് വേറൊരു ലൈനായിട്ട് വരാം അല്ലേ.